ഈ പെണ്ണൊരു ഹോട്ടലിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ അറിയാതെ അവളുടെ ഹീൽസ് ഒടിയുന്നു. പക്ഷെ അതേസമയം തന്നെ അവളെ അകത്തേക്ക് വിളിച്ചതുകൊണ്ട് ഉടനെ തന്നെ ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നവൾ ഹീൽസ് ഇളക്കിയെടുത്ത് അതില്ലാതെ തന്നെ നോർമലായി നടക്കാൻ തുടങ്ങുന്നു. അതേസമയം ഇന്റർവ്യൂ റൂമിൽ അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നറിഞ്ഞതും അവളെ പറഞ്ഞയക്കാമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ അകത്തേക്ക് വന്നതും അവളുടെ കാല് നോട്ട് ചെയ്ത ഹോട്ടൽ ഡയറക്ടർ അവളുടെ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കണ്ട് അവളെ ഇന്റർവ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവളുടെ റെസ്യൂമിൽ പിയാനോ വായിക്കുന്നത് ഹോബി എന്ന് എഴുതിയിരിക്കുന്നു. ഉടനെ ആ ഡയറക്ടർ അവളോട് പിയാനോ വായിക്കാൻ പറയുന്നു. കൺഫ്യൂസ് ആയവൾ ചുറ്റും തിരിഞ്ഞു നോക്കുന്നു. എന്നിട്ട് അവിടെ പിയാനോ ഇല്ലല്ലോ എന്ന് പറയുന്നു. എന്നാൽ ഡയറക്ടർ ഒന്നും പറയാതിരിക്കുന്നു. വേറെ വഴിയില്ലാതെ അവൾ പിയാനോ വായിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു. പക്ഷെ അവളത് വായിച്ചു കഴിഞ്ഞതും ഡയറക്ടർ പിയാനോ വായിക്കുന്നത് നിന്റെ ഹോബി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്, എന്നാൽ നീ ചോപ്സ്റ്റിക് വെച്ച് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ ഇവൾ മറിച്ചൊന്നും ചിന്തിക്കാതെ പിയാനോ വായിക്കുന്നത് എന്റെ ഹോബി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഞാനതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലെന്ന് പറയുന്നു. അത് കേട്ട ഡയറക്ടറിന് അവളുടെ കോൺഫിഡൻസ് വളരെയധികം ഇഷ്ടമാവുന്നു. അതുകൊണ്ട് ഡയറക്ടർ അവളോട് വേറൊന്നും ചോദിക്കാതെ ചിരിച്ചു കാണിക്കാൻ പറയുന്നു. അവൾ ചിരിക്കുന്നു. നോക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ അവളെ സെലക്ട് ചെയ്തതായി പറയുന്നു. അത് കേട്ട് ഹാപ്പി ആയവൾ തന്റെ ഡ്രീം ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ആദ്യ ദിവസം ജോലിക്ക് വരുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവൾക്ക് ഹോട്ടൽ ലോബിയിലല്ല ജോലി കൊടുത്തത്, ഫിറ്റ്നസ് ഏരിയ ക്ലീൻ ചെയ്യാൻ പറയുന്നു. അത് കേട്ട് അവൾ വിഷമിക്കുന്നു. എന്നാലും വേറെ വഴിയില്ലാതെ ആ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവളുടെ സീനിയറായ ഒരു പെണ്ണ്, നീ എന്തിനാണ് ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത്, നീ എത്ര വർഷം ഇവിടെ ജോലി ചെയ്താലും ഫിറ്റ്നസ് ഏരിയയിലുള്ളവരെ ഹോട്ടൽ ലോബിയിലേക്ക് അയക്കില്ലെന്ന് പറയുന്നു. ഉടനെ ഇവൾ, എന്നെ ഹോട്ടൽ ലോബിയിലേക്ക് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്ത് ജോലി ചെയ്താലും പൂർണ്ണ മനസ്സോടെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ അവളുടെ സ്മൈലാണ് അവളുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നതെന്ന് അപ്പോൾ അവൾക്കറിയില്ല. അതിനുശേഷം ഒരു ദിവസം ഹോട്ടൽ ഡയറക്ടർ ഫിറ്റ്നസ് ഏരിയ സന്ദർശിക്കുന്നു. അപ്പോൾ അവരെ കണ്ട ലിൻ അവരെ വിഷ് ചെയ്ത് തന്നെ ജോലിക്കെടുത്തതിന് നന്ദിയും പറയുന്നു. ലിന്നിന്റെ ചിരി കണ്ട ഡയറക്ടർ അവളോട് ഹോട്ടൽ ലോബിയെ പറ്റി കാഷ്വലായി ചോദിക്കുന്നു. ഉടനെ ഫിറ്റ്നസ് ഏരിയയുടെ ഇൻചാർജ് അവൾ ഇവിടേക്ക് പുതുതായി വന്നതാണ്, അവൾക്ക് അതൊന്നും അറിയില്ലെന്ന് പറയുന്നു. നോക്കുമ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞതും ഇവൾ വളരെ നല്ല രീതിയിൽ ഡയറക്ടറിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു. അതുമാത്രമല്ല അവൾക്ക് ഒത്തിരി ലാംഗ്വേജസും അറിയാം. അതുകൊണ്ട് സഹപ്രവർത്തകരെല്ലാം എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നു. ഡയറക്ടർ അവളെ ഹോട്ടൽ ലോബിയിലേക്ക് മാറ്റാൻ പറയുന്നു. ആക്ച്വലി ലിൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവളുടെ ഡ്രീം ജോബിനായി ഒത്തിരി കാര്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു. അതിന്റെ ഫലമായി അവൾക്കിപ്പോൾ ആ ജോലി കിട്ടിയിരിക്കുന്നു.